ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോയമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ച, ഗർഭോ ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. കുഷ്ഠരോഗം മൂലം സമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയ ഒരാളെ യേശു സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വേദഭാഗം. യേശു കൈനീട്ടി തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. എന്താണ് കർത്താവ് ചെയ്തത്? യേശു മനസ്സലിഞ്ഞു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞവനോട് യേശു പറയുകയാണ്, മനസ്സുണ്ട്, ശുദ്ധമാകാം. തന്റെ മുമ്പിൽ പ്രതീക്ഷ വെച്ചവന് തന്റെ മനസ്സ് നൽകുകയാണ് കർത്താവ്. നമുക്ക് മനസ്സുണ്ടോ എന്ന് തിരിച്ചറിയേണ്ട നാളുകളാണ് ഈ നോമ്പ് നാളുകൾ. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്നാണല്ലോ ചൊല്ല്. ഇഫ് there is a will, there is a way. യേശു അവനെ തൊട്ടു. അന്നത്തെ കാലത്ത് ഒരു കുഷ്ഠരോഗിയെ തൊടുക എന്ന് പറഞ്ഞാൽ തൊടുന്നയാളും അശുദ്ധനാവുകയാണ്. കർത്താവ് അവനെ കൈനീട്ടി തൊട്ട മാത്രയിൽ എന്നെ പരിഗണിച്ചുവല്ലോ എന്ന ആന്തരിക സൗഖ്യമാണ് അയാൾ പ്രഥമമായി അനുഭവിച്ചത്. പ്രിയമുള്ളവരെ, പരിഗണനയാണ് ഏറ്റവും വലിയ സൗഖ്യം. പള്ളിക്കകത്തെ നമ്മുടെ കയ്യസൂരികൾ പള്ളിക്ക് പുറത്തെ കൈത്താങ്ങലുകളായി മാറുന്നിടത്താണ് ദൈവാലയം സൗഖ്യത്തിന്റെ കൂടാരമായി മാറുന്നത്. മനുഷ്യൻ ഇന്ന് ഏറ്റവും മൃദുവായി സ്പർശിക്കുന്നത് ഉപകരണങ്ങളിലാണ്. സെൻസിറ്റീവ് ആയതിനെയാണ് വളരെ മെല്ലെ സ്പർശിക്കേണ്ടത്. യന്ത്രങ്ങളെ വളരെ മൃദുവായി കൈകാര്യം ചെയ്യുകയും ബന്ധങ്ങളെ കഠിനമായി സമീപിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്ന് സംഭവിച്ച വലിയ അപകടം. ആരും ആരെയും തൊടേണ്ടതുപോലെ തൊടുന്നില്ല എന്നൊരു പ്രശ്നം ഇന്ന് വല്ലാതെയുണ്ട്. നമ്മോട് ചേർന്ന് ജീവിക്കുന്ന പലരും വിളിച്ചു ചോദിക്കുന്നു, എന്നെ ഒന്ന് തൊടുമോ? പ്രിയമുള്ളവരെ, അവരുടേതായ തെറ്റുകൾ കൂടാതെ ഓരോരോ കാരണങ്ങളാൽ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട, അർഹതയുണ്ടായിട്ടും സമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കാതെ പോയ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ നോമ്പുകാലം അവരോടൊന്ന് മനസ്സലിയാം, അവരെ ഒന്ന് പരിഗണിക്കാം, അവരെ ഒന്ന് നമുക്ക് സ്പർശിക്കാം.